ചെമ്പനീർ പൂവിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതിയും എല്ലാം കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അതായത് ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം അവർ രണ്ടുപേരും കണ്ടുപിടിക്കുന്നുണ്ട്. കുറച്ച് അടവുകളൊക്കെ പുറത്തെടുത്തിട്ടാണ് സച്ചി ശ്രുതിയിൽ നിന്നും കൗശലപൂർവ്വം രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നത്. അങ്ങനെ സച്ചി എല്ലാ തരത്തിലും ശ്രുതിയെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സച്ചി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് അറിയുമ്പോൾ ശ്രുതി നമ്മുടെ രേവതിയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിക്ക് വലിയൊരു ഓട്ടം കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു മലേഷ്യക്കാരൻ്റെ. ആ മലേഷ്യക്കാരൻ അയാളുടെ ഫാമിലിയെയും കൂട്ടി നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവധി ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അവരെങ്ങനെ വന്നു എയർപോർട്ടിൽ നിന്നും ഓട്ടം വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാറായിരിക്കും കേട്ടോ. സച്ചി അങ്ങനെ പതിവ് പോലെ ആ ഫാമിലിയുമായിട്ട് നല്ല കമ്പനി ആകുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകണമെങ്കിലൊക്കെ അവർ സച്ചിയായിരിക്കും ഓട്ടത്തിന് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സച്ചിയുമായിട്ട് അവർ കൂടുതലങ്ങ് അടുക്കുവാണ്. സച്ചിയോടങ്ങ് ഒരുപാട് അടുത്തിടെ പഴകുന്നുണ്ട് ഈ മലേഷ്യക്കാരൻ. അങ്ങനെ കൂടുതലങ്ങ് അടുക്കുമ്പോൾ സച്ചി അവരോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫും അവരുടെ ഫാമിലിയൊക്കെ മലേഷ്യയിലായിരുന്നു. അവരുടെ അച്ഛൻ ഇപ്പോഴും മലേഷ്യയിൽ തന്നെയാണുള്ളത്. അവർക്ക് അവിടെ ബിസിനസ് ഒക്കെ ആയിരുന്നു. എന്നാൽ അങ്ങനെ സച്ചി പറയുമ്പോൾ ആ മലേഷ്യക്കാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായി മലേഷ്യയിൽ തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് ആ കുട്ടിയെ അറിയാതിരിക്കില്ല. മലേഷ്യയിൽ അവർ ജനിച്ചു വളർന്നു എന്നല്ലേ ഇയാൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അവരെ അറിയാണ്ടിരിക്കില്ല. അവിടുത്തെ മലയാളി സംഘടനയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചേട്ടത്തിയോട് ഞങ്ങളെക്കുറിച്ചൊന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും ഞങ്ങളെ. എന്നല്ല അവർ പറയുമ്പോൾ സച്ചി പറയുവാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സാർ ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാവാം. പിന്നെന്താ, ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുവാണ് അയാളും. അങ്ങനെ രേവതിയോട് വിളിച്ചു പറഞ്ഞ് സച്ചി അയാളെയും കൂട്ടി ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ചന്ദ്രമതിയെയും രവീന്ദ്രനെയും അങ്ങനെ എല്ലാവരെയും സച്ചി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയുവാണ്, രേവതി, ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു മലേഷ്യൻ കുടുംബത്തെ പരിചയപ്പെട്ടെന്നും അവരുടെ ഓട്ടത്തിലാണ് ഇപ്പോൾ ഞാനെന്നും. ഇദ്ദേഹമാണ് ഇത്. ഇദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ അവധി ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവർ ഒരുപാട് നാളായി മലേഷ്യയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഏടത്തിയെ ഒന്ന് പരിചയപ്പെടുത്താമെന്നും കരുതിയാ ഞാൻ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിളിക്കുന്നുണ്ട്. മോളെ ശ്രുതി, ഒന്നിങ്ങോട്ട് വന്നേ, ഇതാ മലേഷ്യയിൽ നിന്നും ഒരാൾ നിന്നെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയെ വിളിക്കുവാണ്. കേൾക്കുന്നതും നമ്മുടെ ശ്രുതി ആകെ ടെൻഷൻ അടിക്കുവാണ്. കാരണം ശ്രുതിക്ക് മലേഷ്യ എന്നുള്ളൊരു പേരല്ലാതെ ബാക്കിയൊന്നും അറിയില്ലല്ലോ. ഉള്ള സ്ഥലങ്ങളെക്കുറിച്ചോ എവിടെയാണോ എന്താണോ പറയേണ്ടത് ഒന്നും തന്നെ അറിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര, എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ കൈവിട്ടു പോകുമല്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ജയിലിലാണല്ലോ, അത് തന്നെ ഇവിടെയും പറയാം. എൻ്റെ പാർട്ട്നേഴ്സ് അച്ഛനെ ചതിച്ച് ജയിലിലാക്കിയെന്ന് പറയാം. പറഞ്ഞ് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുവാണ് ശ്രുതി. ചന്ദ്രമതി ഒരുപാട് വിളിച്ചിട്ടും ശ്രുതി റൂമിന് പുറത്തേക്ക് വരാത്തത് കൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ അന്വേഷിച്ച് ശ്രുതിയുടെ റൂമിലേക്ക് വരുവാണ്. സമയം ചന്ദ്രമതിയോട് ശ്രുതി പറയുവാണ്, ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ ജയിലിലല്ലേ, ആ കാര്യം മറ്റുള്ളവർ കൂടി അറിയണോ? ആ കാര്യം എല്ലാവരും കൂടി അറിയുന്നത് എനിക്ക് ആകെ കൂടെ വിഷമമാണ്. അതുകൊണ്ട് ആന്റി എന്നെ കുറച്ച് നേരം തനിച്ചു വിടണമെന്നൊക്കെ പറയുവാണ്. അത് ശരിയാണല്ലോ മോളെ, ഞാനത് ഓർത്തില്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയുടെ മനപ്രയാസം മനസ്സിലാക്കി പുറത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഇത് വന്ന് ചന്ദ്രമതി അവരോടായിട്ട് പറയുന്നുണ്ട്, അതെ അവൾക്കെന്തോ സുഖമില്ല, അവൾ അവിടെ റൂമിലിരിക്കുവാണ്, തീരെ സുഖമില്ലെന്നാ പറഞ്ഞത്. ഇനി നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അവളെ റൂമിൽ ചെന്ന് കാണാമെന്നൊക്കെ പറയുവാണ് ചന്ദ്രമതി. അതൊന്നും വേണ്ടെന്നേ, കുട്ടി റെസ്റ്റ് എടുത്തോട്ടെ, ഞങ്ങൾ പിന്നെ സച്ചി വിളിച്ചപ്പോൾ വെറുതെ അങ്ങ് വന്നേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ശ്രുതി മനഃപൂർവ്വം ഇവരെ കാണാതെ ഒഴിഞ്ഞു മാറിയതാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവരെല്ലാവരും പോയി കഴിയുമ്പോൾ സച്ചി രേവതിയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, രേവതി, ഇതിലെന്തോ കള്ളത്തരമുണ്ട്. ശ്രുതി മനഃപൂർവ്വം ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? ഏടത്തി മനഃപൂർവ്വം അവരുടെ മുമ്പിലേക്ക് വരാതിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സുഖമില്ലാഞ്ഞിട്ട് അവിടെ കിടക്കുവാണെന്നല്ലേ അമ്മ പറഞ്ഞത്. സച്ചിയേട്ടൻ ഇത് എന്തിന്റെ കേടാ, എല്ലാറ്റിലും സംശയ. സച്ചിയേട്ടൻ ഇനി അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയുവാണ് രേവതി. എന്നാലും അങ്ങനെയല്ലല്ലോ രേവതി, എനിക്കെന്തോ എന്റെ സംശയം ബലപ്പെട്ടു വരുവാ. എന്തായാലും ഇതിന്റെ പിറകെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. എനിക്കെന്തോ നല്ല സംശയമുണ്ട്. മലേഷ്യയിൽ നിന്ന് തന്നെയാണോ വന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുവാണ് സച്ചി. രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ആ പറഞ്ഞതിൽ എനിക്കും സംശയമില്ലാതില്ല. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നു മലേഷ്യയിലാണ്, അച്ഛൻ ജയിലിലാണ് എന്നും പറയുന്നു. നമുക്കതൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് രേവതി. സച്ചി പറയുവാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ബാമാൻറ്റിയോട് ഒന്ന് അന്വേഷിച്ചാലോ? ബാമാൻറ്റി ആണല്ലോ ഏടത്തിയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ പിന്നെ ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് ബാമാൻറ്റിക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല.
നമുക്ക് എന്തായാലും ഒന്ന് അവിടെ വരെ പോയി അന്വേഷിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഭാമയെ കാണാൻ പോവുകയാണ്. ഭാമ ആന്റിയുടെ അടുത്ത് ചെന്ന് അവർ രണ്ടുപേരും ഈ വഴി പോയപ്പോൾ ഇവിടെ കയറിയതാണെന്നൊക്കെയുള്ള രീതിയിലാണ് ആദ്യം സംസാരിക്കുന്നത് കേട്ടോ. ലഡു ഒക്കെ വാങ്ങിച്ചു കൊണ്ടാണ് കേട്ടോ അവർ പോകുന്നത്. ലഡു ഭയങ്കര ഇഷ്ടമാണെന്ന് ഭാമാന്റി മുമ്പ് ഒരിക്കൽ പറഞ്ഞത് രേവതി ഓർത്തു വെച്ചിട്ടുണ്ടാകും. അത് ഓർത്തു വെച്ചുകൊണ്ടായിരിക്കും വാങ്ങിയിരിക്കുക. അങ്ങനെ അവരത് കൊണ്ട് ചെല്ലുമ്പോൾ ഭാമാന്റിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ചേച്ചി പറയുവാണേ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അവൻ അവിടെ നിന്ന് കുറേ ലഡു തന്നതാ. അപ്പോൾ ഞാൻ ഭാമാന്റിയെ കുറിച്ചാണ് ഓർത്തത്. ഭാമാന്റിക്കും കുറച്ച് കൊടുക്കാമെന്ന് ഇവൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് വന്നതാണെന്നൊക്കെ പറയുവാണ് അവർ രണ്ടുപേരും. പറഞ്ഞ് ഭാമാന്റിയോട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു 5-6 വണ്ടികളൊക്കെ ഉണ്ട്. അവനും വിദേശത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. വിദേശത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ വേണം താനും. ആന്റിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ വിദേശത്തുള്ളവരെ പരിചയമുണ്ടല്ലോ. അപ്പോൾ അതിൽ ആന്റിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ എൻ്റെ ഈ ഫ്രണ്ടിന് വേണ്ടി ആലോചിക്കാമോ എന്ന് ചോദിക്കുവാണ് സച്ചി. ഇത് എന്തൊക്കെയാ സച്ചി പറയുന്നത്? എനിക്കങ്ങനെ വിദേശത്തുള്ള ആൾക്കാരെയൊന്നും അറിയില്ലെന്ന് പറയുവാണ് ഭാമ. പിന്നെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ഭാമാന്റി എങ്ങനെയാ പാർലർ നടത്തി അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ഏടത്തിയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ ആന്റിക്ക് നന്നായിട്ട് അറിയില്ലേ? ഏഷ്യയിലൊക്കെ ആന്റിക്ക് നല്ല ബന്ധമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് സച്ചി. അന്നേരം സച്ചിയോട് ഭാമ പറയുവാണ്, എനിക്ക് മലേഷ്യക്കാരെ കുറിച്ചൊന്നും അറിയില്ല സച്ചി. ആന്റി എന്താ പറയുന്നത്? അപ്പൊ പാർലർ ഏടത്തിയുടെ അച്ഛനെ ആന്റിക്ക് അറിയില്ലേ? ആന്റിയല്ലേ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് അവളുടെ വീട്ടുകാരെ കുറിച്ചൊന്നും യാതൊരുവിധ അറിവുമില്ല. അവൾ ഒരു ദിവസം ഇവിടെ മസാജിന് വേണ്ടി വന്നപ്പോൾ ചന്ദ്രയും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവളെ ചന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അന്ന് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വന്നു. അത് മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛനായിരുന്നു വിളിച്ചത്. അങ്ങനെയാണ് അവളുടെ അച്ഛനും ഫാമിലിയും ഒക്കെ മലേഷ്യയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അല്ലാതെ എനിക്ക് അവളെ നേരിട്ടുള്ള പരിചയമൊന്നുമില്ലെന്നൊക്കെ ഇങ്ങനെ ഭാമാന്റി പറയുമ്പോഴേക്കും ആകെ അമ്പരന്ന് നിൽക്കുവാണ് കേട്ടോ സച്ചിയും രേവതിയും. കാരണം ഭാമ വഴി ഒരു തുമ്പ് കിട്ടുമെന്നായിരിക്കും ഇവർ വിചാരിച്ചു വെച്ചിരിക്കുക. അങ്ങനെ അവർ ഒത്തിരി പ്രതീക്ഷിച്ചു പോയിട്ട് നിരാശയോടെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. എന്നാൽ ഭാമാന്റി പറഞ്ഞത് കൂടി വെച്ച് നോക്കുമ്പോൾ സച്ചിയുടെ സംശയം അങ്ങ് ഇരട്ടിക്കുവാണ് കേട്ടോ. കാരണം ശ്രുതിയെ പറ്റി ആർക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിലെന്തൊക്കെയോ നിഗൂഢത ഉള്ളതുപോലെ തോന്നുവാണ് കേട്ടോ സച്ചിക്ക്. ശേഷം രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ശ്രുതിയെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് മീരക്ക് മാത്രമായിരിക്കും. ശ്രുതിയുടെ ഫ്രണ്ടിനെ ഞാനൊരു തവണ അവൾക്ക് പൂ കൊടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് അവളെ പരിചയമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറയുവാണ് രേവതി. കൊള്ളാം, അതെന്തായാലും ഒരു നല്ല ഐഡിയ തന്നെയാണ് രേവതി. നീ എന്തായാലും അവിടെ പോയി ഒന്ന് അന്വേഷിക്ക്. കഴിഞ്ഞ തവണ അവിടെ പോയപ്പം അവൾ നമ്മുടെ ശ്രുതിയെ പറ്റി ഒരുപാട് സംസാരിച്ചെന്നല്ലേ നീ പറഞ്ഞത്? കൊണ്ട് നീ അവിടെ ചുമ്മാ ഒന്ന് കാഷ്വലായിട്ട് പോയി ഒന്ന് അന്വേഷിക്കെന്ന് പറയുവാണ് സച്ചി. അങ്ങനെ രേവതി നമ്മുടെ മീരയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയെ കാണാൻ വേണ്ടി എത്തുന്ന രേവതി അവിടെ ചെന്നിട്ട് മീരയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെ അടുത്ത് എനിക്ക് കുറച്ച് പൂക്കൾ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർത്തത്. അപ്പൊ നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് രേവതി. എന്താ ചേച്ചി, ഞാനും ചേച്ചിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആകെ ബോറടിച്ചിരിക്കുമായിരുന്നു. ചേച്ചിയെ കാണുകയാണെങ്കിൽ ഇത്തിരി നേരം സംസാരിക്കാമെന്ന് കരുതി. എന്തായാലും ചേച്ചി വന്നത് നന്നായി. വാ ചേച്ചി ഇങ്ങോട്ട് ഇരിക്കെന്നൊക്കെ പറഞ്ഞ് അവർ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീരയോട് ഇങ്ങനെ രേവതി ചോദിക്കുവാണ്, ശ്രുതിയും മീരയും നല്ല കൂട്ടുകാരാണല്ലേ? ഒരുപാട് ചെറുപ്പം മുതലേ ശ്രുതിയുമായി നല്ല കൂട്ടാണോ മീര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇല്ല ചേച്ചി, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ശ്രുതിയെ പരിചയപ്പെടുത്തുന്നത്. അവിടെ മുതലാണ് ഞങ്ങൾ നല്ല കൂട്ടാവുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് മീര. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ നീ പറഞ്ഞത് ശ്രുതിയെ നിനക്ക് ചെറുപ്പം മുതലേ അറിയാമെന്നല്ലേ? ശ്രുതിയുടെ അച്ഛനും നിന്റെ അച്ഛനും ഫ്രണ്ട്സ് ആണ് എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും പറയാത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് രേവതിയുടെ മൈൻഡ് അങ്ങ് മാറ്റുവാണ്. അങ്ങനെ മീരക്ക് മനസ്സിലാവാണ് രേവതി ശ്രുതിയെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രുതിയെ ഫോണിൽ വിളിച്ച് രേവതി വന്നതിനെ കുറിച്ചും ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീര. പിന്നീട് അങ്ങനെ സച്ചിയോടായിട്ട് രേവതി ഇങ്ങനെ പറയുവാണ്, മീരയെ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല സച്ചിയേട്ടാ. അവളുടെ വായിൽ നിന്നും കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ തവണ പറഞ്ഞതല്ല അവൾ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും രാവും പകലും പോലെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ സച്ചി പറയുവാണേ, അത് ശരി, അപ്പോൾ ഇവൾക്കും എന്തൊക്കെയോ അറിയാം. അതുകൊണ്ടാണ് അവൾ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതെ സച്ചിയേട്ടാ, ഇപ്പോൾ എനിക്കും സംശയം തോന്നുന്നു. ശ്രുതിയും ഇവളും കൂടി ഒത്തു കളിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് രേവതിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയെയും രവീന്ദ്രനെയുമാണ്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് സച്ചി വരുന്നുണ്ട് കേട്ടോ. സച്ചി അങ്ങനെ വരുന്നത് തന്നെ വലിയ ബഹളം വെച്ചുകൊണ്ടാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് സച്ചി വരുന്നത്. സച്ചി സന്തോഷത്തോടെ കയറി വന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. രേവതി ഹിങ്ങുവാ, അവരും എവിടെ ഹിങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടി പറയുവാണ്, അച്ഛാ അമ്മേ ഇതിനകത്ത് നിങ്ങൾ ഒരു ഒപ്പ് വെക്കണം.
സുധി പറയുന്നുണ്ട്, അച്ഛാ നോക്കി വേണം ഒപ്പുവെക്കാനായിട്ട്. എന്തോ ഈ വീട് ഇവന്റെ പേരിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ്, എങ്കിൽ വല്ല പൈസയും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പിന്നെ സൂക്ഷിച്ചു വേണം ഒപ്പിടാനെന്നൊക്കെ പറയുന്നുണ്ട് സുധി. ഓട്ടക്കാരാ ഒന്നും മിണ്ടാതിരി, നിനക്ക് ഏത് സമയവും ഈ ക്യാഷിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ എന്നല്ല സച്ചി ചോദിക്കുന്നത് കേൾക്കുമ്പോ സുധിയോട് ശ്രുതി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇത്, എന്തിനാടാ നിനക്കിപ്പോ എന്റെ ഒപ്പ് എന്നൊക്കെ. പിന്നെ ഇത് പാസ്പോർട്ടിനുള്ള അപേക്ഷയാണ് അച്ഛാ. ഞാനും രേവതിയും ഇതുവരെ ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ. ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ മാത്രമല്ല അച്ഛനും അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ വരണമെന്നൊക്കെ പറയുവാണ് സച്ചി. എന്താടാ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളൊന്നുമില്ല, നിങ്ങൾ പോകണമെങ്കിൽ പോയിക്കോ. നിങ്ങൾ ഈ ചെറിയ പിള്ളേർ പോകുമ്പോൾ ഈ വയസ്സായ ഞങ്ങൾ രണ്ടുപേരും എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നത്? നിങ്ങൾ രണ്ടുപേരും പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, അയ്യോ അച്ഛാ അങ്ങനെ വേണ്ട, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിതൊരു ഫാമിലി ട്രിപ്പാക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് ചിലവ് വരില്ലേ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. നമ്മൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ തന്നെ ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്, ഏട്ടാ ഇതൊക്കെ ഒരുപാട് പണച്ചിലവുള്ള കാര്യമാണ്, ഇത്രയും പേര് ഒന്നിച്ചു പോകുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പണച്ചിലവ് വരും ഏട്ടാ എന്ന് പറയുവാണ് ശ്രീകാന്തും. സച്ചി പറയുവാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ മലേഷ്യ തന്നെ തിരഞ്ഞെടുത്തത് എന്തിനാ? പണച്ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടാ. കാരണം നമ്മുടെ പാർലർ ഏടത്തിയുടെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ. പാർലർ ഏടത്തിയുടെ അച്ഛൻ മാത്രമല്ലേ ജയിലിലുള്ളൂ, ബാക്കിയുള്ള ചെറിയ അച്ഛൻ്റെ ഫാമിലിയൊക്കെ അവിടെ കാണില്ലേ? ഏടത്തിയുടെ വീടും അവിടെ കാണും. അപ്പൊ പിന്നെ നമുക്ക് അവിടെ താമസിക്കാലോ, ഭക്ഷണവും ഫ്രീയാ. മാത്രമല്ല നമുക്ക് ഏടത്തിയുടെ അച്ഛനെ പോയി കാണുകയും ചെയ്യാം. അവരുടെ അച്ഛനെ ജയിലിൽ പോയി കാണാലോ, നമ്മൾ ഇതുവരെയായിട്ടും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ ഒക്കെ ഇങ്ങനെ പറയുവാണ് സച്ചി. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ആകെപ്പാട് ഷോക്കായിട്ട് നിൽക്കായിരിക്കും. തുടർന്ന് ഞങ്ങൾ എടുത്ത തീരുമാനം നല്ലതല്ലേ പാർലർ എടുത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയെ കൊണ്ട് ആ തീരുമാനം ഒഴിവാക്കാനായിട്ട് സംസാരിപ്പിക്കുന്നൊക്കെയുണ്ട്. എന്നാലും ചന്ദ്രമതിക്ക് ഇത് ഭയങ്കരമായിട്ടങ്ങ് സന്തോഷമാവുകയാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അതും മലേഷ്യയിലേക്കെന്ന് കേൾക്കുമ്പോൾ ഇരട്ടി സന്തോഷമാകുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, നീ അങ്ങനെ ചോദിച്ചാലൊന്നും അവൾ സമ്മതിക്കില്ല, പക്ഷെ എനിക്ക് വേണ്ടി അവൾ സമ്മതിക്കും അല്ലേ ശ്രുതി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. എനിക്ക് വേണ്ടി നീ സമ്മതിക്കില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര എടുത്ത് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒരു പരുങ്ങലോടെ, ആ സമ്മതിക്കാം ആൻറ്റി, എല്ലാം ഓക്കെ ആക്കാം എന്നൊക്കെ. ഇങ്ങനെ പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് കൊടുക്കുവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം കാണിക്കുന്നത് പാസ്പോർട്ട് വെരിഫിക്കേഷനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വരുന്നതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ശ്രുതിയുടെ ഇളയച്ചൻ എന്ന് പറയുന്ന ബീരാൻ വീണ്ടും വരുന്നത്. ബീരാൻ വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ആദ്യം ബീരാൻ ഒന്ന് പേടിയാകുന്നുണ്ട്. കാരണം അയാൾ ഒരു കള്ളനാണല്ലോ. എന്നാലും ശ്രുതി അയാൾക്ക് ധൈര്യം നൽകുന്നുണ്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ്. പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളെ ഒന്നും മൈൻഡ് ചെയ്യാതെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ബീരാനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുന്നുണ്ട് ചന്ദ്രയും രവീന്ദ്രനും. ആ സമയം ബീരാനാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. മോളെ എന്നൊക്കെ വിളിച്ച് ശ്രുതിയൊക്കെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട്, ഞാൻ ഇതെങ്ങനെ നിന്നോട് പറയും, നീ എങ്ങനെ ഇത് സഹിക്കുമെന്നൊക്കെ പറഞ്ഞ് ബീരാൻ ഇങ്ങനെ കരയുമ്പോൾ പറ്റിയുള്ളയച്ച എന്താണെങ്കിലും കാര്യം പറയാന്നൊക്കെ പറയുമ്പോൾ അയാൾ വീണ്ടും കരയുവാണ് കേട്ടോ. എല്ലാം അഭിനയത്തിന്റെ ഭാഗമായിരിക്കും. ഇളയച്ചൻ എന്നെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രുതി വീണ്ടും പറയുമ്പോൾ മറ്റുള്ളവരും എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ഒടുവിൽ അയാൾ ആ നുണക്കഥ തട്ടിവിടുവാണ്. അതായത് ജയിലിൽ കഴിയുന്ന ശ്രുതിയുടെ അച്ഛനെ അവരുടെ ശത്രുക്കൾ ആളെ വെച്ച് തട്ടിക്കളഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും ശ്രുതി അവിടെ തല കറങ്ങി വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആക്ടിംഗ് ആണ് ശ്രുതിയുടെ വക, ഭയങ്കര ആക്ടിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രുതി അവിടെ തല കറങ്ങിയൊക്കെ വീണ് ഇവരുടെ പോക്ക് എങ്ങനെയെങ്കിലും മുടക്കാനുള്ള അഭ്യാസങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഏകദേശം അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആ പോക്കൊക്കെ ക്യാൻസൽ ചെയ്യുകയാണ്. മരിച്ച സങ്കടത്തിൽ ശ്രുതി ഒരുപാട് ഇങ്ങനെ കരയുവാണ്. ശ്രുതിയുടെ മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി മീരയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. സമയം ബീരാനും അവിടെ ഉണ്ടാകും. അങ്ങനെ ബീരാനോട് സംസാരിക്കുന്നുണ്ട് മീരയും ശ്രുതിയും കൂടി. ആ സമയം അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ രേവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. രേവതി ഇവരുടെ സംസാരങ്ങളൊക്കെ കേട്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെടുക്കുകയാണ്. അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയ രേവതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ നീ എല്ലാവരെയും കള്ളങ്ങൾ പറഞ്ഞു പറ്റിക്കുമായിരുന്നല്ലേ? മലേഷ്യയിലെ വലിയ ഏതോ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കള്ളങ്ങളായിരുന്നല്ലേ? ഇത്രയും നാളും നീ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു. ഇതെല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം വിശ്വസിച്ച് അമ്മയെ വരെ നീ പറ്റിച്ചെല്ലോടി. ഇതിനും അമ്മയും ഒക്കെ ഇതെങ്ങനെ സഹിക്കും? എല്ലാം പോട്ടെ, നിന്റെ ഭർത്താവ് ഇതെങ്ങനെ സഹിക്കും? വൃത്തികെട്ടവളായിരുന്നോടി നീ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ശ്രുതിയോട് രേവതി പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും ഇത് വീട്ടിൽ ചെന്നിട്ട് പറയുമെന്നും പറഞ്ഞുകൊണ്ട് രേവതി പോകുമ്പോഴേക്കും ശ്രുതി രേവതിയെ തടയുന്നുണ്ട്. പക്ഷെ രേവതി അതൊന്നും വകവെക്കുന്നില്ല കേട്ടോ. സമയം ശ്രുതി പെട്ടെന്ന് ഫ്രൂട്ട്സ് മുറിക്കാനെടുത്തിരുന്ന ഒരു കത്തി എടുത്ത് രേവതിയുടെ നേർക്ക് നീട്ടുവാണ്. നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയൂ. പിന്നെ ഞാൻ ഇന്ന് തീർക്കുമടി എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ നേർക്ക് കത്തി വീശുവാണ്.
പോവാണ് കേട്ടോ. രേവതി ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് രേവതി ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് അവളുടെ കൈ പിറകിലേക്ക് അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറയുവാണ്, നീ എന്താടി വിചാരിച്ചത് എന്റെ കൈ പൂ കെട്ടാൻ മാത്രമേ പറ്റുള്ളൂ എന്നോ? അത് മാത്രമല്ലടി അറിയുന്നത്, നല്ല തല്ല് കൊടുക്കാനും അറിയാം. കൊണ്ട് മര്യാദക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം കേട്ടോടി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ നേർക്ക് കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് രേവതി. ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു വിറച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമായിരിക്കും.